ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 12ാമത്തെ ആഴ്ചയിൽ അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങളും കുഞ്ഞിന്റെ വളർച്ചയും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ്. 12ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ആവാറായി. ഈ വീക്കിൽ ഗർഭിണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭിണിക്ക് ഉണ്ടാകുന്ന ഛർദിൽ, ഓർക്കാനം, മറ്റ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഈ ഒരു വീക്ക് ആകുമ്പോഴത്തേക്കും കുറഞ്ഞിട്ടാണ് കാണാറുള്ളത്. എന്നാൽ എല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല. ചിലർക്ക് ഈ ഒരു ആഴ്ചയിലും ഛർദിൽ, ഓർക്കാനും ക്ഷീണവും ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, ബാക്ക് പെയിൻ, തലവേദന, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി, വജൈനൽ ഡിസ്ചാർജ്, ഗ്യാസിന്റെ പ്രോബ്ലം, ബ്രസ്റ്റ് പെയിൻ, മോണയിൽ നിന്നും രക്തം വരുന്നത്, മുഖക്കുരുക്കൾ, പാടുകളൊക്കെ സാധാരണയാണ്. മുമ്പുണ്ടായിരുന്ന ഭക്ഷണത്തോടുള്ള വെറുപ്പൊക്കെ മാറി ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവും. അതുപോലെ ചൂട് കൂടുതലായിരിക്കും. രാത്രികാലങ്ങളിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടാം. ഇതൊക്കെയാണ് കൂടുതൽ ഈ ഒരു വീക്കിൽ കാണുന്ന പ്രഗ്നൻസി സിംറ്റംസ്. അതുപോലെ ഈ ഒരു വീക്ക് മുതൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നതെങ്കിൽ വയറ് പുറത്തേക്ക് കണ്ടു തുടങ്ങുന്നതാണ്. പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ അവസാനമാകുമ്പോഴേക്കും കുറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീക്ക് മുതലാണ് ഗർഭിണികൾ വെയിറ്റ് വെച്ച് തുടങ്ങുന്നത്. ഈ വീക്കിൽ കുഞ്ഞിനുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞിന്റെ മുഖം മനുഷ്യന്റേതുപോലെ ആവാൻ തുടങ്ങുന്നു. ബ്രെയിൻ ഡെവലപ്മെന്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ തലയുടെ ഇരുവശത്തുമുള്ള കണ്ണുകൾ അടുക്കാൻ തുടങ്ങും. ചെവികൾ തലയ്ക്ക് ഇരുവശത്ത് യഥാസ്ഥാനത്ത് എത്തും. കുഞ്ഞിന്റെ കൈകൾ കൈവെള്ളയിലും കാൽവെള്ളയിലും തൊട്ടു തുടങ്ങുന്നുണ്ട്. നഖങ്ങൾ രൂപപ്പെടും. കുഞ്ഞ് കൈവിരല് വായിലിട്ട് തുടങ്ങുന്നു. അതുപോലെ കിഡ്നി, യൂറിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പാൻക്രിയാസ് ഇൻസുലിൻ സിന്തസിസ് ചെയ്യുന്നുണ്ട്. പ്ലാസന്റ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. കുഞ്ഞിന്റെ ഹൃദയം ഓരോ മിനിറ്റിലും 120 മുതൽ 160 തവണ ഹൃദയമിടിക്കും. ഡോപ്ലർ സ്കാനിങ്ങിലൂടെ ഹൃദയമിടിപ്പ് അറിയാൻ പറ്റുന്നതാണ്. കുഞ്ഞിന്റെ നീളം എന്ന് പറയുന്നത് 5.4 സെന്റിമീറ്ററും കുഞ്ഞിന്റെ ഭാരം എന്ന് പറയുന്നത് 14 ഗ്രാമുമാണ് ഉണ്ടാവുക. കുഞ്ഞിന്റെ സൈസ് എന്ന് പറയുന്നത് പ്ലമ്മിന്റെ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഈ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടർ നൽകിയിട്ടുള്ള പ്രീനാറ്റൽ വൈറ്റമിൻസ് മറക്കാതെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് നേരം നിൽക്കുന്നത് ഒഴിവാക്കുക. പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീക്കുന്നതോ അതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മത്സ്യം, മാംസം, വെജ് പ്രോട്ടീൻസ് ആയിട്ടുള്ള പരിപ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇലക്കറികൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പാല്, മുട്ട, തൈര് ഇവയൊക്കെ ഉൾപ്പെടുത്തുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഉപ്പ്, മധുരം എന്നിവയുടെ അളവ് മാക്സിമം കുറയ്ക്കുക. മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് യോഗയും അതുപോലെ മെഡിറ്റേഷനും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ 10-15 മിനിറ്റ് നേരം ഡെയിലി നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ അതുപോലെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക. ഇത്രയുമാണ് 12ാമത്തെ ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.